ഹലോ, ഞാൻ റിയ. ഞാൻ ഒരു പ്രാക്ടീസിങ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. 18 വയസ്സ് വരെ ശ്രീനന്ദയുടെ കേസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ അനോറെക്സിയ നെർവോസ എന്താണെന്ന് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അനോറെക്സിയ നെർവോസ എന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ്. ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് അനോറെക്സിയ നെർവോസ. അനോറെക്സിയ നെർവോസയാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സിൻ്റെ അകത്ത് കൂട്ടത്തിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഡിസോർഡർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോറെക്സിയ നെർവോസ ഉള്ള ആൾക്കാർക്ക് ഭക്ഷണം നിയന്ത്രിക്കുക, ഭയങ്കരമായിട്ട് നിയന്ത്രിക്കുക, ഡയറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് വളരെ കുറയ്ക്കുക. ഭക്ഷണം എന്ന് പറയുമ്പം തന്നെ ആൾക്കാർ എൻ്റെ വെയിറ്റ് കൂടും, അല്ലെങ്കിൽ എൻ്റെ കാണാൻ രസം ഉണ്ടാവില്ല, ബോഡി ഐഡിയേഷൻ എന്നൊക്കെ പറയാം നമുക്കതിനെ. ഓരോരുത്തർക്കും അവരുടെ ബോഡി എങ്ങനെ വേണമെന്നുള്ള ഒരു തോട്ട് ഉണ്ടാകും. അതായത് എനിക്ക് മെലിഞ്ഞിരുന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് തടി വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ല മസിൽസ് വേണം, അങ്ങനത്തെ തോട്ട്സ് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേങ്കിൽ ഈ അനോറെക്സിയ നെർവോസ ഉള്ള ആൾക്കാർ അവരുടെ തോട്ട് പാറ്റേൺസ് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നുക ഞാൻ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ തടി കൂടിപ്പോകും. എത്ര മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിലും എത്ര തടിയുള്ള ആളാണെങ്കിലും അനോറെക്സിയ നെർവോസ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എത്ര കൂടുതൽ എത്ര കുറവ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചാൽ പോലെ തന്നെ അവർ നേരെ അത് വെയിറ്റ് കൂടുന്നതുമായിട്ട് കണക്ട് ചെയ്യും. അനോറെക്സിയ നെർവോസ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഗൈഡ് ലൈനാണ് ഈ മാൽ ന്യൂട്രീഷൻ. ഭക്ഷണം തീരെ കട്ട് ഡൗൺ ചെയ്യുക, ഹെവി ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് പക്ഷേങ്കിൽ വേഗം തന്നെ അപ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഈ തോട്ട് വരും. അതായത് ഞാനിത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കൂടിപ്പോവും, എന്നെ കാണാൻ രസം ഉണ്ടാവില്ല, ആ ഒരു തോട്ട് വന്ന് അവരത് ഛർദ്ദിച്ച് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ എന്താ ലൂസ് മോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ചിട്ട് അതിനെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും കളയുക, എലിമിനേറ്റ് ചെയ്യുക. അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം, അതായത് എല്ലാവർക്കും അറിയാമല്ലോ അത്ര ഡേഞ്ചറസ് ആയിട്ട് ഫുഡ് കട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ജനറൽ നോളജ് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോറെക്സിയ നെർവോസ അല്ലെങ്കിൽ ഒരു ഈറ്റിംഗ് ഡിസോർഡറിലെ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. പക്ഷേ അവർക്ക് സാധാരണയുള്ള ആൾക്കാരെ പോലെ ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല. അവർക്ക് ഫുഡിൻ്റെ കാര്യം വരുമ്പം പിന്നെ അവർ മൊത്തത്തിലും മാറിപ്പോവും. അതായത് അവർക്ക് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അവർക്ക് തിങ്ക് ചെയ്യാനേ പറ്റില്ല. ജസ്റ്റ് ഒറ്റയൊരു ഗോളേ ഉള്ളൂ, ഭക്ഷണം എനിക്ക് തടിയൊന്നും കൂടാൻ പാടില്ല, അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആ ജസ്റ്റ് ഒരു തോട്ടിൻ്റെ മുകളിലാണ് പിന്നീട് ഇവരിങ്ങനെ മുന്നോട്ട് പോവുക. കുറേ കാരണങ്ങളുണ്ട്. ഇത് നമുക്ക് അനോറെക്സിയ തന്നെയാണോ അല്ലെ വേറെ ഏതെങ്കിലും ഈറ്റിംഗ് ഡിസോർഡർ ആണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് ഭയങ്കരമായിട്ട് എനർജി ഇൻടേക്ക് അവർ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അകത്ത് അല്ലെങ്കിൽ എന്ത് ഭക്ഷണ സാധനം ആയിക്കോട്ടെ അത് ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് അവർ ഭയങ്കരമായിട്ട് നിയന്ത്രണം കാണിക്കും. പിന്നെ അവർക്ക് വെയിറ്റ് കൂടിയാലോ വെയിറ്റ് കൂടുവോ എന്ത് കുടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഞാൻ വെള്ളം കുടിച്ചാൽ പോലും ഞാൻ തടിച്ചു പോവും. ചില ആൾക്കാർ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവർ തടിക്കുന്നില്ല, അത്ര ഭാഗ്യമാണ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ നോർമലായിട്ട് പറയുന്നതാണ്. അപ്പം ഇത് നമുക്ക് പക്ഷേങ്കിൽ അറിയാം, ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ ഇതത്ര വലിയ ഇതൊന്നുമല്ല എന്നാ സംഭവം എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഈ അനോറെക്സിയ നെർവോസയിലെ ആൾക്കാർക്ക് ഈ ഒരു തോട്ട് പാറ്റേൺ തന്നെ എടുക്കും. അതായത് വെള്ളം കുടിച്ചാൽ പോലും എൻ്റെ വെയിറ്റ് കൂടും, എനിക്ക് അപ്പം വെള്ളം പോലും കുടിക്കാൻ പാടില്ല, ആ ഒരു തോട്ടായിരിക്കും അവർക്ക്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ബോഡി ഇമേജ് ആയിരിക്കും. ചിലവർക്ക് ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻ ഉണ്ടാവും അവരുടെ ബോഡി ഇമേജിനെ കൊണ്ട്. എൻ്റെ കൈൻ്റെ ഇവിടെ തടി അധികമാണ്, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ഭയങ്കര അധികം തടിയാണ്, അല്ലെങ്കിൽ എൻ്റെ കാലിൽ ഭയങ്കര തടിയാണ്, എൻ്റെ ഹിപ്പ് ഏരിയയിൽ തടി അധികമാണ്. ചില പ്രീ ഓക്കുപ്പേഷൻസ് ഉണ്ടാവും, ചില ബോഡി പാർട്സിൻ്റെ. അത് ചില കേസസിൽ മാത്രമാണ്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഈ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ബോഡി ഇമേജും കൂടി ഉണ്ടാവും. ഇങ്ങനെ തടിയുണ്ട്, അപ്പം ഇത്ര വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഹെൽത്തി ആവുള്ളൂ,
അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ എന്നെ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ എന്നുള്ള തോട്ടാണ് അവർക്ക് ഉണ്ടാവുക. ഈ ഒറ്റൊരു തോട്ടേ ഉണ്ടാവും. അവരുടെ ഹൈറ്റോ ഏജോ വെയിറ്റോ ഒന്നും അവർ നോക്കൂല. കാരണം നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുണ്ട് ഇത്ര ഏജുള്ള ആൾക്കാർക്ക് ഇത്ര ബോഡി വെയിറ്റ് ഉണ്ടാവണം, ഇത്ര ഹൈറ്റുള്ള ആൾക്ക് ഇത്ര ഏജുള്ള ആളാണെങ്കിൽ ഇത്ര വെയിറ്റ് ഉണ്ടാവണം. അതൊന്നും ഇവർ കൺസിഡറേഷനിൽ എടുക്കില്ല. അവർ നേരെ എന്ത് ചെയ്യും, എനിക്ക് നേരെ 50 കിലോയിൽ ചെന്നെത്തണം, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫുഡ് ഇൻടേക്ക് കുറച്ച് കളയാം. അങ്ങനെയാണ് ഇവരുടെ തോട്ട് പാറ്റേൺ ഉണ്ടാവുക. പിന്നെ ഈ അനോറെക്സിയ നെർവോസൻ്റെ അകത്ത് തന്നെ 2 തരത്തിലുള്ള ടൈപ്പ് ഉണ്ട്. ഒന്നാണ് ഭക്ഷണത്തിനെ മൊത്തം നിയന്ത്രിച്ച് ഒന്നും കഴിക്കാണ്ട് ഡയറ്റിങ്, എക്സസൈസ്, ഫാസ്റ്റിംഗ് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ബോഡി വെയിറ്റ് കുറക്കുക. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. ആൾക്കാർ പറയുമ്പം ചിലവർ ഭക്ഷണം കഴിക്കും, തീരെ കഴിക്കാണ്ടിരിക്കും, അതായത് കുറച്ച് എമൗണ്ടിൽ കഴിക്കും. ചിലവർക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, അപ്പം നല്ലോണം കഴിക്കും. കുറച്ച് സമയം കഴിഞ്ഞാൽ അവർക്ക് ആ കുറ്റബോധം ഹിറ്റ് ചെയ്യും. അവർ വിചാരിക്കും, ഓ ഞാൻ ഇത് കഴിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ പോലും അവർ വിചാരിക്കും, ഞാൻ ഇത് കുടിച്ചു പോയി, ഇനിയിപ്പോൾ എൻ്റെ വെയിറ്റ് കൂടും എന്നുള്ള ആ ഒരു തോട്ട് അവർക്ക് വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, നേരെ അവർ വാഷ്റൂമിലോ എവിടെയെങ്കിലും പോയി അതിനെ പേഴ്ജ് ചെയ്യുക, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുക എന്ന് പറയും. അതിനെ എത്രയാണോ ശരീരത്തിനുള്ളിലേക്ക് പോയത് അത് മൊത്തം വൊമിറ്റ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ എന്തെങ്കിലും ലാക്സേറ്റീവ് കഴിച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൂസ് മോഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ടാബ്ലറ്റ്സോ എന്തെങ്കിലും എല്ലാം കഴിച്ചിട്ട് ലൂസ് മോഷൻ വഴിയോ എങ്ങനെയെങ്കിലും ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. നിങ്ങൾക്ക് ഈ തോട്ട് വരുന്നുണ്ടാവും, അതായത് എന്താണ് ഇതിൻ്റെ കാരണം, എന്തുകൊണ്ടായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവാൻ. നമ്മളുടെ നാട്ടിൽ കുറേ ഉണ്ട് ഈ മലയാളീസിൻ്റെ ഇടയിൽ. നിങ്ങളിപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു കല്യാണത്തിന് പോയാലോ, ഒരു ഫാമിലി ഗ്യാതറിംഗ് ഉണ്ടെങ്കിലോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്കൂളിൻ്റെ ഗെറ്റ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫസ്റ്റ് ആൾക്കാർ കാണുമ്പം എന്താണ് നമ്മൾ പറയുക, ഓ നീ കുറച്ച് മെലിഞ്ഞു പോയല്ലോ, ഭയങ്കര ക്ഷീണിച്ചു പോയി. അല്ലെങ്കിൽ ചില ആൾക്കാർ കുറച്ച് നന്നായിട്ടുണ്ടെങ്കിൽ നേരെ പറയും, ഓ നീ കുറച്ച് നന്നായിട്ടുണ്ടല്ലോ, ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. എല്ലാവരും ആൾക്കാർ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആലോചിക്കുന്നുണ്ടാവില്ല. അതൊരു കോംപ്ലിമെൻറ്റിൻ്റെ പോലെയാണ് ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാവുക പറയുമ്പം. ചിലവർ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, അതായത് കാണുമ്പം ഭംഗിയില്ല, അപ്പോൾ എന്ത് ചെയ്യും, ഭംഗിയില്ലാണ്ടിരിക്കും ചിലപ്പം. ചിലവർ വെയിറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ചിലവർ വെയിറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ, ചിലവർക്ക് കാണുമ്പം അവരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് അവർ ഓക്കെ ആയിരിക്കും. പക്ഷേ ഈ കാണുന്നവർക്ക് വേറെ തന്നെ ആയിരിക്കുമല്ലോ തോട്ട് പ്രോസസ്സ്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ നേരിട്ട് പോയി തുറന്നു പറയുകയും ചെയ്യും. ഞാൻ പോയി പറയും, ഓ നിങ്ങളുടെ വെയിറ്റ് ഇങ്ങനെ ഭയങ്കര കുറഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ പറ്റി, ഭയങ്കര സ്ട്രെസ്സാണോ. ഡയറക്റ്റ്ലി നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കമൻസാണ് പാസ് ചെയ്യുക. ബോഡി റിലേറ്റഡ് ആയിട്ട് ഒന്നിക്കിൽ വെയിറ്റ് കുറഞ്ഞു, അല്ലേ ഒന്നിക്കിൽ വെയിറ്റ് കൂടി, അല്ലെ കളർ കുറഞ്ഞു, അല്ലെ കളർ കൂടി, വെയിലത്ത് പോകുന്നുണ്ടോ. ഇത് എവിടെ പോയാലും നിങ്ങൾക്ക് കേൾക്കാം. ഇതൊരു പ്രശ്നമായിട്ട് ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു വരുന്നതാണ്. അതൊരു കെയറിങ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞ് പിന്നെ അതൊരു ടോക്സിക് രീതിയിലേക്കായി മാറി. കാരണം നമ്മളുടെ പാരൻസ്, നമ്മളുടെ ഫാദർ അല്ലെ ഗ്രാൻഡ് പാരൻസിൻ്റെ സമയത്ത് ഇതൊരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കുറേ സോഷ്യൽ മീഡിയയിലൂടെയും കുറേ അവയർനെസ് ഉണ്ട് ആൾക്കാരിൽ. അപ്പം ആൾക്കാർക്ക് കേൾക്കുമ്പോൾ തന്നെ ചിലവർ ഇപ്പം തടി കുറക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഓ നീ തടി കൂടിയിട്ടുണ്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്ന്. ഈ കേൾക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് ഉള്ളത് ഒന്നും ഈ പറയുന്നയാൾ ആലോചിക്കുന്നുണ്ടാവില്ല. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അറിയാണ്ടായിരിക്കാം. പക്ഷേ എത്ര അത് സൈഡ് എഫക്ട്സ് വരുന്നുണ്ടെന്ന് ആൾക്കാർക്ക് പറയാനേ പറ്റില്ല. അതായത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ കമൻസ് കേൾക്കുക, വീട്ടിൽ നിന്ന് ഭക്ഷണം കുറച്ച് തടിയുള്ള ആൾക്കാർ ആണെങ്കിലോ അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിലോ, ഇനിയിപ്പം ലെറ്റ്സ് ഒരു മെലിഞ്ഞിട്ടുള്ള ആളാണ്, വീട്ടിലുണ്ട്, എല്ലാവരും വരുന്നേയും പോകുന്ന ആൾക്കാരൊക്കെ പറയാം, നീ ഭയങ്കര മെലിഞ്ഞിട്ടാ, ഫുഡ് കഴിക്കുക, എന്താ ഇങ്ങനെ, തീരെ ആരോഗ്യമില്ല, അത് ഒരു പാട്ട്. പിന്നെ ഒരു തടിച്ച ആളാണെങ്കിലോ, എടാ നീ ഭയങ്കരമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇത്ര കഴിക്കലേക്ക് പോയി വർക്കൗട്ട് ചെയ്യും, എന്താണ് ഇങ്ങനെ കുറച്ച് ശരീര വ്യായാമമൊക്കെ ഇതിൻ്റെ 20% കറക്റ്റാണ്. നമുക്ക് അയാളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ നമുക്കറിയില്ല അയാൾ വി ഡോണ്ട് നോ അയാൾ ഏതൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ
ഇത് എന്തെങ്കിലും ട്രിഗർ ചെയ്യാൻ ഈ നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇത് ട്രിഗറും കൂടി ചെയ്യാം. ആൾക്കാരിങ്ങനെ എപ്പോഴും കേൾക്കുന്ന ഒരാൾ തടിയുള്ള ഒരാളാണ്, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ. അയാൾ ഭക്ഷണം നോർമൽ ആൾക്കാരെക്കാളും കുറച്ചധികം കഴിക്കുന്നുണ്ടാവും. കാരണം ആൾക്കാരുടെ അപ്പറ്റൈറ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പം അവരങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ദിവസവും പറയാം, നീ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇനി ഫുഡ് അത്ര അധികം കഴിക്കണ്ട, കുറക്ക്, വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ. ഇത് കൊല്ലങ്ങളായിട്ട് ഇയാൾ കേട്ട് വരിക. പിന്നെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അറ്റ് എ പോയിൻ്റ് ഓഫ് ലൈഫ് അയാൾക്ക് ഒരു തോന്നൽ വരിക, അതായത് എല്ലാവരും പറയുന്നുണ്ട് ശരിയാ, എൻ്റെ തടി എനിക്ക് ശരിക്കും കുറയ്ക്കണം എന്ന് പറഞ്ഞ് അയാൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. വർക്കൗട്ട് ചെയ്യുന്നത് നോർമലാണ്, ഭക്ഷണം കുറയ്ക്കുന്നത്, ഡയറ്റ് ചെയ്യുന്നത് നോർമലാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇങ്ങനത്തെ ഇത് നമുക്കൊരു രോഗാവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതെന്ന്. അപ്പം അയാൾ പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങി, ഡയറ്റിങ് തുടങ്ങി, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷം അയാൾ ഭയങ്കരമായിട്ട് പിന്നെ ഒബ്സസീവ് ആവാൻ തുടങ്ങും. അതായത് എന്താ ഒരു ദിവസം ഒരാഴ്ചയിൽ മൊത്തം മധുരമുള്ളൊന്നും കഴിച്ചില്ല. അപ്പം 10ാമത്തെ ദിവസം എത്തുമ്പോൾ അയാൾക്ക് ആരെങ്കിലും പുറത്തങ്ങാട്ടും പോയിട്ടുണ്ട്, അപ്പോൾ എടാ ഇത് ഈ ഡ്രിങ്ക് ഉണ്ടല്ലോ നല്ലതാണ്, എന്താ സോഡയോ അങ്ങനെ എന്തെങ്കിലും ആണ്, ഇത് കഴിച്ചോ, ഇത് കുടിച്ചോ എന്ന് പറഞ്ഞാൽ അയാൾ കുടിക്കില്ല. അയാൾക്ക് നോർമലായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ചില ആൾക്കാർ, ബോഡി ഗോൾസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, ബോഡി ബിൽഡേഴ്സ്, അങ്ങനത്തെ അവർ ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുടെ അകത്തും അൺഡയഗ്നോസ്ഡ് ആയിട്ട് കുറേ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ ഇല്ല. ഹെൽത്തി ആയിട്ടുള്ള തിങ്കിങ്ങും ഉണ്ടാവും, അൺഹെൽത്തി ആയിട്ടുള്ള തിങ്കിങ്ങും ഉണ്ടാവും. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഡയറ്റ് ചെയ്യുന്നയാൾ അതിനെ വേണ്ട, എനിക്ക് ഒട്ടും വേണ്ട. പിന്നെ അയാൾ മെഷർ ചെയ്യാൻ തുടങ്ങും എത്ര കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനേ പറ്റില്ല അത് എപ്പോഴാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് പോകുന്നുണ്ട്. അത് നമുക്ക് തന്നെ എപ്പോഴാണ് മനസ്സിലാവുന്നത് വെച്ചാൽ നമ്മളുടെ ഡെയിലി ലൈഫിന് ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുക, നമ്മളുടെ ഹെൽത്തിൽ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവാൻ തുടങ്ങുകയാണ്, സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ തുടങ്ങുക, ഭയങ്കരമായിട്ട് മെലിയാണ്, മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയാണ്, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ആരും അവെയറല്ല. ഈ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയിട്ടും ഭക്ഷണം കഴിക്കാത്തതിനെ പറ്റിയിട്ടും ആൾക്കാരെല്ലാവരും പറഞ്ഞ് അതിനെ ഭയങ്കര നോർമലൈസ് ആക്കിയിട്ടാണുള്ളത്. എവിടെ പോയാലും നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കേൾക്കാം. അപ്പം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, ബോഡി ഇമേജ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതായത് ആൾക്കാർക്ക് സ്വന്തം ബോഡീനെ പോലും ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയാവുക. എനിക്ക് എൻ്റെ മൂക്ക് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ഫിംഗേഴ്സ് എങ്ങനെയാണുള്ളതെന്ന് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ കാലിൻ്റെ ഏരിയ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജീൻസ് ഇടില്ല. അങ്ങനത്തെ പലതരം ഫിക്സേഷൻസും ആൾക്കാർക്ക് അങ്ങനെ ആ സമയങ്ങളിൽ ഉണ്ടാവും. ഇതിൻ്റെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജീൻസാണ്. കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഡയഗ്നോസ്ഡ് ആയിട്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫാമിലി ട്രീയിൽ ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുക, അപ്പറ്റൈറ്റിനെ ഭക്ഷണം കഴിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു ഹോർമോണുണ്ട്, അതിലൊക്കെ ഇംബാലൻസ് ഒക്കെ വരുമ്പോഴും ഇത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ റീസൺസും ഉണ്ട് കുറേ. അതായത് സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് എല്ലാം കുറവാണ്, സ്വന്തം ബോഡീന് ഒട്ടും ഇഷ്ടമല്ല. ചില ആൾക്കാർ സ്ട്രെസ് ആകുമ്പം കുറേ ഭക്ഷണം കഴിക്കും, ചില ആൾക്കാർക്ക് സ്ട്രെസ്സിൽ ഉണ്ടാകുമ്പം ഒട്ടും ഭക്ഷണം കഴിക്കില്ല. അപ്പം ഇതെല്ലാം ചിലപ്പം ത്രൂ ഔട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും ആൾക്കാർക്ക് ഈ സ്ട്രെസ്സ് കാരണം അറിഞ്ഞോ അറിയാതെയോ ഇത് ഈറ്റിംഗ് ഡിസോർഡറിലേക്ക് മാനിഫെസ്റ്റ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് കുറേ ഉണ്ട്. ആൾക്കാർ ഫ്രണ്ട്സിൻ്റെ കമൻറ്റ്സ്, വീട്ടുകാരുടെ കമൻറ്റ്സ്, ബ്രിങ്ങിങ് അപ്പിൻ്റെ സമയത്ത് തന്നെ, ഈ കുട്ടി വളർന്നു വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ എല്ലാം കേട്ടോണ്ടാണ് നിൽക്കുന്നത്. അതായത് നോക്ക് എത്ര തടിയൊന്നും ആവശ്യമില്ല, മെലിഞ്ഞിട്ടാണ് ഇരിക്കുക. ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ഒരാളെ കണ്ടാലോ ഈ ഏട്ടനെ നോക്കിയാൽ ഭയങ്കര മെലിഞ്ഞിട്ടാണുള്ളത്, ഇത്ര മെലിയാനത് ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുട്ടി വളരുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉള്ളത്, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തടിച്ചോവും, ഈ ചേച്ചീനെ പോലെ എനിക്ക് തടിച്ചാൽ ശരിയാവില്ല, ഈ ചേട്ടനെ പോലെ മെലിഞ്ഞാലും പറ്റില്ല. പിന്നെ ഭക്ഷണം കഴിക്കുമ്പം ആൾക്കാർ പറയും ഇത് കഴിച്ചാൽ ഭയങ്കര മധുരമാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് നല്ലതല്ല. അത് എല്ലാത്തിനെയും ലേബൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഫാമിലിയും ചില ആൾക്കാർക്ക് ഇത് കേട്ടാൽ തന്നെ
ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വി കാൺട്ട് എക്സ്ക്ലൂഡ് ദിസ് ആസ് എ ഫാക്ടർ. ഓവർ കൺട്രോളിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറയാം, ഇപ്പം എല്ലാവരും കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഇപ്പം വീട്ടിലത്തെ കുട്ടി ഭയങ്കര മെലിഞ്ഞിട്ടുള്ളത്. അപ്പം അമ്മ എന്ത് ചെയ്യും, കഞ്ഞീൻ്റെ അകത്ത് എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ തേങ്ങയൊക്കെ ഇട്ട് കഞ്ഞി കൊടുക്കും. എന്ന് പറയും, തേങ്ങ കൂടി നല്ലോണം നീ കഴിക്കണം, എന്നാലേ നീ കുറച്ചും കൂടി തടിക്കുള്ളൂ. ലിമിറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓക്കെ. ലേക്കിൻ എവ്രി ടൈം പറഞ്ഞുകൊണ്ടിരുന്നാൽ കണ്ടീഷൻ ഉണ്ടാവും. ഡെവലപ്പ് ആവുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു സംഭവങ്ങളെല്ലാം ഫിക്സേറ്റഡ് ആവും. അതായത് ഇത് കഴിക്കാൻ പാടുണ്ട്, ഇത് കഴിക്കാൻ പാടില്ല, ഇത് കഴിച്ചാൽ തടി കൂടും, ഇത് കഴിച്ചാൽ മെലിയും. അപ്പം അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഇത് അൺഹെൽത്തി ബിഹേവിയേഴ്സിലേക്ക് ആയി മാറാനും സാധ്യതയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവുമ്പം നമുക്ക് എങ്ങനെ അതിനെ തിരിച്ചറിയാം, എങ്ങനെ നമുക്കതിനെ വേർപ്പെടുത്തി നമുക്ക് എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? നമുക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് ഇത് ഹെൽത്തി ആണോ അല്ലെ അൺഹെൽത്തി ആണോ എന്ന്. ഡയറ്റ് ചെയ്യുക, ആവശ്യത്തിന് തടി കുറയുക, വർക്കൗട്ട് ചെയ്യുക, ആവശ്യത്തിന് നോർമലായിട്ടുള്ള വെയിറ്റ് ലോസൊക്കെയാണ് അല്ലെ വെയിറ്റ് ഗെയിൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാർഗ്ഗങ്ങളിലൂടെ, അതായത് മരുന്ന് കഴിച്ച് തടി കൂട്ടുക അല്ലെ മരുന്ന് കഴിച്ച് തടി കുറയ്ക്കുക, അങ്ങനത്തെ ഷോർട്ട് കട്ട്സിലൊക്കെ പോകുമ്പം ചെറിയ ടൈം പീരീഡിൻ്റെ അകത്ത് ഭയങ്കര ഡ്രാസ്റ്റിക് ബോഡി ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പം ആണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആൾക്കാരടുത്ത് സംസാരിച്ചാൽ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇത് ഇവർ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യം ശരിക്കും ഹെൽത്തി ആണോ എന്നുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകണം എന്നുള്ളത്. നമുക്ക് ആൾക്കാരെ ഒരിക്കലും കുറ്റം വരാൻ പറ്റില്ല, കാരണം ആൾക്കാരിൽ ഒട്ടും അവയർനെസ് ഇല്ല. ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു ഡിസോർഡർ ഉണ്ടാവുക എന്നുള്ള അവയർനെസ് പോലും ഇല്ല. തടിച്ചിട്ടുള്ള ആൾക്കാർക്ക്, കുറച്ച് വെയിറ്റ് കൂടിയിട്ടുള്ള ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അതായത് ഞാൻ ഇങ്ങനെ 2 ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അപ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ അവർ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നോർമലുമാണ്. പക്ഷേ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഹെൽത്തി അല്ല. ഭക്ഷണം കഴിക്കാനെന്ന വെയിറ്റ് കുറയുന്നുള്ള തോട്ട്സ് എല്ലാവർക്കും വരാം. പക്ഷേങ്കിൽ അതിനെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് നോർമൽ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ കുറേ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, ഇൽനെസ് കുറേ ഉണ്ട്. അത് നോർമലായിട്ടുള്ള ഇതിനെ പറ്റിയിട്ട് പഠിക്കാത്ത ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അധികം അവയർനെസ് ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അപ്പം നോർമലായിട്ടുള്ള ഡോക്ടർ ഞാൻ ഒരിക്കലും താഴ്ത്തി പറയല്ല, അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. നോർമലായിട്ട് എന്തെങ്കിലും ആങ്സൈറ്റി, സ്ട്രെസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ് പേഴ്സൺ ടു എ നോർമൽ സൈക്കോളജിസ്റ്റ്. പക്ഷേ എന്തെങ്കിലും ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. കാരണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്ന ഏരിയ തന്നെ ഈ ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതൊക്കെയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആരും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ആരുടെ കൂട്ടിക്കൊണ്ടുപോവുക. അവർ പിന്നെ നിങ്ങൾ റെഫർ ചെയ്യുക. പിന്നെയാണ് നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് നോർമൽ ഡോക്ടറും ന്യൂട്രീഷനിസ്റ്റും ഒക്കെ അവരുടെ റോള് വരിക. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇതിനെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു മാനസിക രോഗമാണെങ്കിൽ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നോർമൽ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിക്കുക, പിന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുക, അതിൻ്റെ എല്ലാം മരുന്ന് കഴിച്ച് പിന്നെ അത് മെല്ലനെ അത് റെഡിയാവും. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഒരു ഭയങ്കര മോശമാണ്, ഇനി സൊസൈറ്റിയിലെ ആൾക്കാരെ മുന്നിൽ എങ്ങനെ കാണാൻ പറ്റും, ഫേസ് ചെയ്യാൻ എങ്ങനെ പറ്റും, ഇവർക്ക് മാനസിക രോഗമാണ്. അല്ല, ഇത് ആർക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. നമ്മളുടെ മലയാളീസിൻ്റെ അകത്ത് കുറേ ആൾക്കാർക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അൺഡയഗ്നോസ്ഡ് ആയിട്ട്. അപ്പം
വേണ്ടുന്ന രീതിയിൽ ആൾക്കാരെ പ്രൊഫഷണൽസിനെ കൺസൾട്ട് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക എത്രയും പെട്ടെന്ന്. ഇനി നമുക്ക് ഈ ശ്രീനന്ദയുടെ കേസിലേക്ക് വരാം. ശ്രീനന്ദയുടെ കേസിൽ ഞാനൊരു കാര്യം എന്താണ് നോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് പാരൻസും എല്ലാവരും നോട്ട് ചെയ്തെന്നാണ് ഞാൻ കുറേ ന്യൂസൊക്കെ കേട്ടു, വായിച്ചു. അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ, വീട്ടുകാർ കണ്ടു ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് വെയിറ്റ് ലോസ് ആവുന്നുണ്ട്, ഇനിയിപ്പം ഡോക്ടറെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ. അപ്പോൾ ഇവർ കോഴിക്കോട് കൂട്ടിക്കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഇതാണ് അവൾക്ക് കിട്ടിയ അഡ്വൈസ്. ഇതിന് നമുക്ക് തെറ്റും പറയാൻ പറ്റില്ല, കാരണം കൂട്ടിക്കൊണ്ടുപോയ ആൾക്കും പാരൻസിനും അറിഞ്ഞൂടാ ആരുടെ അടുത്താണ് ശരിക്കും കൂട്ടിക്കൊണ്ടുപോകേണ്ടത്. അവർക്ക് അറിഞ്ഞൂടാ എന്താണ് ഈ കുട്ടിക്ക് പ്രശ്നം എന്നുള്ളത്. ഡോക്ടറെ അടുത്ത് ഇനിയിപ്പം നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെ ഇങ്ങനെയാണുള്ളത്. അതായത് എന്തെങ്കിലും പ്രശ്നം നേരെ നോർമൽ ഒരു ഡോക്ടറെ പോയിട്ട് കാണിക്കുക, ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യുക. മാനസിക രോഗത്തിൽ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാമായിരിക്കും. ആൾക്കാർ പറയും, എടാ അങ്ങനെയല്ല, എടി ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കേൾക്കും, മൊത്തം കേൾക്കും. പക്ഷേ എങ്കിൽ ചെയ്യേണ്ട സമയത്ത് എത്തുമ്പം നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ അകത്ത് മാനസിക രോഗത്തിലൊക്കെ വരുന്ന പ്രശ്നം. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക, തെറപ്പി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു ഡോക്ടറെ കാണിക്കുന്ന ആ സമയത്ത് ആൾക്കാർ അവെയർ ആയിരുന്നെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ആൾക്കാർ കാണിക്കുമായിരുന്നു. അതിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പാരൻസിനും ആൾക്കാർക്കും ആദ്യം തന്നെ മനസ്സിലാവുമായിരുന്നു ഇതൊരു മാനസിക രോഗമാണ്, അത് കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആ ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീ വുഡ് ഹാവ് ബീൻ ഹിയർ. പക്ഷേ അങ്ങനെയല്ല. ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അവെയർ അല്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ലൈനും ചെറുതായി മാറി. അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ വെൻറ്റിലേറ്ററിൽ അങ്ങനെയൊക്കെയായി, പിന്നെ മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ന്യൂസൊക്കെ യൂട്യൂബിലും എല്ലാം നോക്കുമ്പം കുറേ ആൾക്കാരുടെ കമൻസ് ഉണ്ട്. ആൾക്കാരിങ്ങനെ ഭയങ്കര നോർമലായിട്ട് പറയുക, ഭക്ഷണം കഴിച്ചാലും പ്രശ്നം, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നം, നമുക്കേ അറിയുള്ളൂ ഇതിൻ്റെ വിഷമം, ഭക്ഷണം കഴിക്കണം. അതായത് നോർമൽ ഈ നോളജ് വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു വിടുകയെന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒരു സംഭവം കേട്ടാൽ എന്തെങ്കിലും പറയണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് വിടുക. ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഇത് ഒരു മാനസികാവസ്ഥയാണ്. അത് കാരണമാണ് ആൾക്കാരുടെ തോട്ട് പാറ്റേൺ തന്നെ മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഉണ്ടാക്കാം, അറ്റ്ലീസ്റ്റ് ആൾക്കാർ അവെയർ ആയി തുടങ്ങുമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്താ കൺസേണോ അങ്ങനെ എന്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. മാക്സിമം ഞാൻ അതിൽ റിപ്ലൈ തരാൻ ശ്രമിക്കാം. ബൈ.